പാലോട് രവി പറഞ്ഞതിൽ ഉം. ഒരു കാര്യമാണ് കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അതായത് കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും. ഉം. അതാണ് ഇത്തിരി കൂടിപ്പോയത്. ഉം. ആ സ്ഥിതിയിലേക്ക് പോകുമോ 2026 കോൺഗ്രസ്? സംശയം എന്താ, ഈ പോക്ക് പോയാൽ അത് തന്നെ ഗതി. കേന്ദ്രത്തിലൊരു മഹാനുണ്ട്, രാഹുൽ ഗാന്ധി. ഇതുപോലെ സത്യത്തെ ഭയക്കുന്ന ആളാണ് അദ്ദേഹം. സത്യത്തെ ഭയക്കുന്ന ആളായിട്ട് ഇപ്പോൾ ഓരോരോ വേഷങ്ങൾ ഓരോരോ കാലത്ത് കെട്ടുക. രാമൻ്റെ വേഷം കെട്ടിയെങ്കിൽ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു വേഷം കെട്ടുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ, രണ്ടാം അംബേദ്കർ എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് അറിയാമോ? സെൻസസ് നടത്തി നോക്കിയപ്പോൾ 27% ഇന്ത്യയുടെ വോട്ടർമാരിൽ ഉള്ളത് OBC വിഭാഗമാണ്. ഇനി അവരുടെ ഒരു അവതാര പുരുഷനായിട്ടൊരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ജയിക്കാം, പ്രധാനമന്ത്രിയാവുമെന്ന് ആരോ പറഞ്ഞ് ഈ വിഡ്ഢിയെ വല്ലാതെ അങ്ങ് വശാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് OBC കാർഡും കളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഈ മനുഷ്യൻ. OBCക്ക് വേണ്ടി തങ്ങളുടെ ഗവൺമെൻറ് ഒരു കുന്തവും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, VP സിംഗ് വേണ്ടി വന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ എന്നുള്ള സത്യങ്ങളൊക്കെ സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നിലമ്പൂർ കേരളത്തിൽ നിലമ്പൂര് കഷ്ടിച്ച് അവർ കരകയറി. ഇത്രയൊന്നും അല്ല ഭൂരിപക്ഷം കിട്ടേണ്ടത്. അതിനു മുമ്പിട്ട് PV അൻവറുമായിട്ട് ഒരു ഉടക്കം ഉണ്ടാക്കി. ആ ഉടക്കില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം തന്നെ CPM-നെയും പിണറായി വിജയനെയും സ്തംഭിപ്പിച്ചതിനെ എന്ന് മാത്രമല്ല, അവരെ തീർച്ചയായിട്ടും പ്രതിരോധത്തിലാക്കിയേനെ. പക്ഷേ അത്ര ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പടിക്കൽ കൊണ്ടിട്ട് കുടമുടച്ചുകൊണ്ട് കെ സുധാകരനെ പാർട്ടിയിൽ നിന്ന് മാറ്റി. ദി റോങ്ങസ്റ്റ് ടൈമിംഗ് ആണ്. അതിപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി അത് ഏറ്റെടുത്തു. നമുക്ക് സംഭവ പരമ്പരകളായിട്ട് വരാം. വെള്ളാപ്പള്ളി അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വേഷം കെട്ടിയിരിക്കുന്ന അദ്ദേഹമാണ്. മുഖ്യമന്ത്രി കുപ്പായം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈഴവ വിരോധിയാണ്. നമ്മളിപ്പോൾ വിചാരിക്കും വെള്ളാപ്പള്ളി പാർട്ടി ഉണ്ടാക്കിയിട്ട് സീറ്റുകൾ വല്ലതും കിട്ടിയെന്ന്. പക്ഷേ ഈഴവ വിരോധി എന്നുള്ളൊരു ചാപ്പ കുത്തി കിട്ടിയാൽ VD സതീശൻ്റെ ഭാവി ഇരുട്ടിലാണ്. VD സതീശൻ്റെ ഭാവി ഇരുട്ടിലായിത്തീരുന്നു. VD സതീശന് ഇനി പിറവത്ത് നിന്ന് പോലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, പിറവല്ല പറവൂർ നിന്ന് അനൂപ് ജേക്കബ് പറ്റിയ പിറവ് എന്ന് പറയുന്നത് നമ്മളോട് കുറച്ച് അടുത്ത സ്ഥലമായതുകൊണ്ട് ആ പിറവ് അങ്ങ് പറഞ്ഞു. ഈ പായും റായും രണ്ടിലും ഉണ്ട് തന്നെ. പറവൂർ നിന്ന് ഇനി ഒരവസരത്തിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും സംശയമാകുന്ന കാര്യത്തിലാണ്. കാരണം അവിടെ ഈ വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ തന്നെ മാത്രമല്ല, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകളും ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതും കൂടി അനിശ്ചിതത്വത്തിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ് വെള്ളാപ്പള്ളി. ഇതും കഴിഞ്ഞിട്ട് പാലോട് രവി എന്ന് പറഞ്ഞ സത്യസന്ധനായ കോൺഗ്രസ്സുകാരനാണ്. പാലോട് രവി തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു, നമുക്കറിയാമല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് 3 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, പോയി സുസ്മേരവതി. ഇപ്പോഴും ഞാനൊരു രംഗം ഓർക്കുന്നു. AK ആൻ്റണി കേരളത്തിലെ ഒരു ഗവർണറെ എതിർക്കാൻ വേണ്ടി കോൺഗ്രസ് അന്ന് തീരുമാനിച്ചു. അദ്ദേഹം നയപ്രഖ്യാപനം നടത്തിക്കൊണ്ട്, ആ സിഖുകാരനായ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം, നമ്മുടെ പ്രേക്ഷകരത് തിരുത്തിക്കൊള്ളൂ. അത് ഖാങ് എന്ന് അവസാനിക്കുന്ന പേരാണ്. സുഖ്ദേവ് സിംഗ് ഖാങ് അല്ലേ? അദ്ദേഹത്തെ ഓർമ്മ ഇപ്പം കിട്ടിയതാണ്, വെളിച്ചം വീണത്. പറയാൻ ഉദ്ദേശിച്ചതല്ല. ഖാങ്ങൻ വന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനോടുള്ള വിരോധം കൊണ്ടല്ല, ഗവൺമെൻറ്റിനോടുള്ള വിരോധം കൊണ്ട് എന്ത് ചെയ്തു? പാലോട് രവിയാണ്, കാലുവയ്യ അദ്ദേഹത്തിന് പ്രശ്നമുള്ളതാണ്, ആ കാലും കൊണ്ട് ഓടി വന്ന് കാറിൻ്റെ മുമ്പിലും കിടന്നു. നിയമസഭാ വളപ്പിൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ AK ആൻ്റണിയാണ് ഈ പാലോട് രവിയെ ചെന്ന് പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി അങ്ങനൊരു ചാവേറായിട്ട് പോലും പ്രവർത്തിച്ചിട്ടുള്ള ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ഫോണിൽ കൂടെ ഒരു സംഭാഷണം നടത്തി. സത്യമാണ്, തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാം കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്ന്. തിരുവനന്തപുരത്തായി കഴിഞ്ഞു. ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത്. എന്താ കാര്യം? കോൺഗ്രസ് മനോഭാവമുള്ളവരുടെ എല്ലാം മനോഭാവം ഇപ്പോൾ BJP മനോഭാവമായി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നാക്ക വോട്ടുകൾ എന്ന് പറയുന്നത് ഗെയിം ചേഞ്ചർ ആണെങ്കിലും പിന്നാക്ക വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത്. ആ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ കാര്യമാണ് വളരെ വേദനയോടുകൂടി, ചിരിക്കുകയല്ല ചെയ്തത്, ആർക്കെങ്കിലും പാര വയ്ക്കുകയല്ല ചെയ്തത്. അദ്ദേഹം സത്യസന്ധമായിട്ടും വേദനയോടും കൂടി അത് പങ്കുവെച്ചപ്പോൾ ആ പറഞ്ഞ ആൾ PV അൻവറിനെ പോലെ ചാരപ്പണി ചെയ്തു. കിട്ടിയ വിവരം യാതൊരു വിധമായ സത്യസന്ധതയുമില്ലാതെ പാരയായിട്ട് പാർട്ടിക്ക് കൊടുത്തു. അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തു. എന്നിട്ട് ഈ KPCC പ്രസിഡന്റ് എന്ത് ചെയ്തു? അദ്ദേഹമാണ് ആക്ഷൻ എടുക്കേണ്ടത്. നേരെ AICCക്ക് ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞ് വേറൊരു പാര വെച്ച് കൊടുത്തു.
ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ഫോൺ സംഭാഷണം വെച്ചുകൊണ്ട് നേരെ AICC കൊടുക്കേണ്ട കാര്യമല്ല. അവർക്ക് വേറെ 100 കൂട്ടം തലവേദനകളുണ്ടേ. ഇയാൾ നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അതിനൊരു റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് പറയുകയല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പതനം കണ്ടിട്ട് കോൺഗ്രസ്സുകാരനല്ലാത്ത എനിക്കും സങ്കടം തോന്നുന്നു. നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് എന്താ ഉടനെ തന്നെ DCC പ്രസിഡന്റിനെ അങ്ങ് മാറ്റുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഇനി എത്ര നാളുണ്ട്? 1 വർഷം കഷ്ടിപുഷ്ടിയേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു. പഞ്ചായത്തല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അത് പട്ടികയായി കഴിഞ്ഞു. 23-ാം തീയതി വരെ എങ്ങാണ്ടാണ്, ഓഗസ്റ്റ് 23 വരെയാണ്. ഇത് തിരുത്താനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. തീർന്നു. ദ പ്രോസസ് ഈസ് ഓൺ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഓണാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വിജ്ഞാപനം വന്നാൽ മതി. ആ സമയത്താണ് ഈ ഇത് വല്ലാത്തൊരടിയായി പോകും കോൺഗ്രസ്സിന്. സംശയമൊന്നുമില്ല. പാലോട് രവിയെ പോലെ കോൺഗ്രസിൻ്റെ ഒരു ഏകമുഖമായിരുന്നു. ശക്തനൊക്കെ എത്രയോ നാളായിട്ട് രാഷ്ട്രീയ വനവാസത്തിലാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അദ്ദേഹം വന്നപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയാം? സത്യസന്ധമായിട്ട് അദ്ദേഹവും പറഞ്ഞു, പാലോട് രവി പാർട്ടി വിരുദ്ധമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ഇരുത്താനുള്ള ശ്രമം വീണ്ടും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പോവുകയാണ്. അടുത്തത് നോക്കൂ വിജയനാഥ, ഏതാനും നാളുകൾക്കകം നമുക്ക് പാലോട് രവിയെ BJPയിൽ കാണാം. നേരത്തെ ഒരു പാലോട് സന്തോഷ് ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ തീവ്രവാദിയായിരുന്നു അന്ന്. സന്തോഷ് പാലോട് ഇവിടെയും വന്നിട്ടുണ്ടാവണം. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ആളാണ്. ആയിരുന്ന ആള്. JDUവിലല്ല, സഖ്യകക്ഷിയല്ല അദ്ദേഹം. ലാലു പ്രസാദിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാധിച്ചിരുന്നത്. അദ്ദേഹം നേരെ ഇപ്പം BJP വന്നതുപോലെ അത്ഭുതമല്ലിതിൽ പല കോൺഗ്രസ് അറിയപ്പെടാത്ത നേതാക്കളും ഇപ്പോൾ BJPയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ശ്രമത്തിലുമാണ് BJP. അപ്പോൾ വളരെ തന്ത്രപൂർവമായിട്ട് വളരെ വിജയകരമായിട്ട് അത് ഏറ്റെടുക്കാനുള്ള ക്യാപ്റ്റനാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവരെ അന്തർധാരയായിട്ടും ഉപരിധാരയായിട്ടും ബഹുധാരയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത്. അപ്പോഴാണ് സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുക എന്ന കോൺഗ്രസിൻ്റെ പതിവ് ശൈലി. ഈ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞതിൻ്റെയും പാലോട് രവിയെ മാറ്റിയതിൻ്റെയും ഒക്കെ ഇഫക്റ്റ് ധാരാളമായിട്ടുണ്ടാകും. ഇപ്പോൾ അവർ വിചാരിച്ചില്ല. അപ്പോൾ കേരളത്തിൽ ഒരു UDF തരംഗമില്ല. UDFിൻ്റെ തരംഗമില്ലെന്ന് മാത്രമല്ല, അവർക്ക് കൈവരാവുന്ന, അവർക്ക് അടുത്ത പ്രാവശ്യം ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ കൊണ്ട് അവർ ജയിക്കുന്നത്. UDF തരംഗം കൊണ്ടല്ല ജയിക്കുന്നത്, ആൻറ്റി ഇൻകുംബൻസി തരംഗം കൊണ്ടാണ് ജയിക്കുന്നത്. കുറച്ച് BJP കൊണ്ടുപോകത്തില്ലേ? BJP കൊണ്ടുപോകും മാത്രമല്ല, കോൺഗ്രസ് ഇങ്ങനെയുള്ള നിലപാടുകളും നടപടികളും എടുത്തുകൊണ്ടിരിക്കുക. BJP ജയിക്കാത്ത മണ്ഡലങ്ങൾ അവർക്ക് നമുക്കറിയാം, ഒരു 20 സീറ്റ് അവർ അതീവ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത്. ബാക്കി ഇടങ്ങളിൽ അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസിന് UDFിന് നഷ്ടമല്ലേ വരുന്നത്? നഷ്ടമാണ് വരുന്നത്. ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറാണ്. അതുകൊണ്ടാണ് ജയിക്കേണ്ടിയിരുന്നത്. ആ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇപ്പോൾ തിരിഞ്ഞു പോകും. ഇതിലും ഭേദം പിണറായിയാണ്, അവരുടെ സർക്കാരാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അച്ചടക്കമെങ്കിലും ഉണ്ടല്ലോ. അവിടെ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ആരെങ്കിലും ഇങ്ങനെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അവരതെല്ലാം തിരുത്തി ഒരു ഏകശിലാരൂപമായിട്ട് മുന്നോട്ട് പോകും. വലിയ വ്യത്യാസമുണ്ട് വിജയനാഥ. ഇതിന് തമ്മിലടിയും അതും തമ്മിൽ. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം തന്നെ വെള്ളാപ്പള്ളി ഏറ്റെടുത്തില്ലേ? ഇത് കുറേ കോൺഗ്രസ് സുധാകരൻ പോയ ഒരു കുഴപ്പം സംഭവിക്കത്തില്ല. കുറേ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, രാഷ്ട്രീയ അജ്ഞാത നിരീക്ഷകന്മാർ വന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ എന്താ എഫക്റ്റ്? അത് ബാധിച്ചു. വെള്ളാപ്പള്ളി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കാർക്കും മിണ്ടാട്ടമില്ല. വെള്ളാപ്പള്ളി പറയുന്നതിനൊരു ഇഫക്റ്റ് ഉണ്ട്. കാര്യങ്ങളെ ശരിയായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു സെഫോളജിസ്റ്റും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. ഇതിന് പൂർവാപരമായിട്ട് തന്നെ സതീശൻ്റെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള വാക്യം കിടക്കുന്നു. ജാതി മത നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞത്. ജാതി വിദ്വേഷം അത് വലുതായിട്ട് ബാധിക്കും. ജാതി മത സമവാക്യങ്ങൾ കൊണ്ടാണ്, അത് കണക്ക് കൂട്ടിയാണ് CPM പോലും ഇവിടെ ജയിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത്. അപ്പോൾ ഈ ജാതി ഞാൻ വലിയ പുരോഗമനവാദി എന്നുള്ള വാക്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ഇവൻ വിശ്വവിജ്ഞാനിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തിരുവനന്തപുരത്ത്. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഫാക്ടറുകളെ, ഒന്നാമത് ആൻറ്റി ഇൻകുംബൻസി തരംഗം, ഭരണവിരുദ്ധ വികാര തരംഗം, അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ ഒരു കൊവർട്ട് ആൻഡ് ഒവർട്ട് സപ്പോർട്ട്, അതുപോലെ തന്നെ പിന്നെ
നായന്മാരുടെ സപ്പോർട്ട് വളരെ ശക്തമായിട്ട് എൻ എസ് എസിൻ്റെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ആ കോൺഗ്രസ് കിട്ടിയിരുന്നതിൻ്റെ കാര്യം എന്താ? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമെന്നുള്ള ഒരു ധാരണ കൊണ്ടാണ്. അതിപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കും വലിയ ആവേശമൊന്നും കാണും. നമുക്കറിയാമല്ലോ, പെരുന്നയിൽ നടന്ന വോട്ട് ചെയ്ത ശേഷം വന്ന പത്രക്കാരോട് സുകുമാരൻ നായർ പറഞ്ഞതെന്താ? ഞങ്ങൾ ഈ വോട്ട് ചെയ്തിരിക്കുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്. പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മാറ്റത്തിന് മാറാൻ വേണ്ടി. ആ പ്രാവശ്യമാണ് 99 സീറ്റുകളോട് പിണറായി അധികാരത്തിൽ വന്നതെങ്കിലും ചില പോക്കറ്റുകളിൽ ആ ഒരു രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെതിരെ വരുന്ന ഒരു സന്ദർഭം. പിന്നെ പോരാത്തതിന് എല്ലാ മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വിരുദ്ധനാണ് താനെന്ന് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇപ്പോൾ പി ചിദംബരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾ അത്ര സുഖിക്കുന്ന ഒരു കാര്യമല്ല.